പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക്, ഈ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലെ അത്ഭുത ദേവാലയത്തിൽ ഒരുക്കുന്ന ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ഹൃദയപൂർവം സ്വീകരിക്കുകയാണ്. മക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഒരു പുതിയ പ്രത്യാശയും ധൈര്യവും ആത്മവിശ്വാസവും ശരീരത്തിന് കരുത്തും മനസ്സിന് കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തിയും നിങ്ങൾക്കെല്ലാവർക്കും ഇന്നേ ദിനം ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും നിങ്ങളുടെ മക്കളും തലമുറ 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 തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആദിവ്യാധികളും മാനസിക വിഭ്രാന്തികളും ശരീര തളർച്ചകളും മനസ്സിൻ്റെ കെട്ടുകളും സമ്പത്തിൻ്റെ കെട്ടുകളും ജോലിയുടെ കെട്ടുകളും ശത്രുദോഷങ്ങളും അസൂയാലുക്കളും കണ്ണുവെക്കലുകളും ഈ പ്രാർത്ഥനയിലൂടെ നിർവീര്യമായി പോകട്ടെ. ഇന്നേ ദിനം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ യാത്രകൾ അനുഗ്രഹദായകമായിട്ട് മാറട്ടെ. ഇന്നേ ദിനം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫലദായകമായിട്ട് മാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, അനവധി മക്കളാണ് ഡെയിലി ഡെലിവറൻസ് പങ്കെടുത്ത് അവരുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുന്നത്. ഒരു കുടുംബം പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവേ, എൻ്റെ മേലും ജീവിത പങ്കാളിയുടെ മേലും മക്കളുടെ മേലും വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ തന്നെ ഒരു ഡെലിവറൻസാണ്, ഒരു വിമോചനമാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേൽ ആ കുടുംബം പ്രാർത്ഥിക്കുന്നത് പോലെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. വേറൊരു കുടുംബം പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ, എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. ഇന്ന് നമ്മുടെ പല മക്കളും പലവിധ കെട്ടുകളിലൂടെ, ബന്ധനങ്ങളിലൂടെ, മദ്യം, ലഹരി, തെറ്റായ ബന്ധം, തെറ്റായ ആശയം, തെറ്റായ കാര്യങ്ങളിലൂടെ ജീവിക്കുക. അവരെ സമർപ്പിക്കുക. ഇനി ഇതേവരെ നല്ല വഴിക്ക് പോകുന്ന മക്കൾ ഒരു പ്രത്യേകമാവിധം സംരക്ഷിക്കപ്പെടാൻ, ഒരു തിന്മയും അവരെ തൊടാതിരിക്കാൻ, ഒരാകുലതകളും ഒരസ്വസ്ഥതകളും ഒരു തടസ്സങ്ങളും മക്കളുടെ മുൻപിൽ വരാതിരിക്കാൻ വേണ്ടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മക്കളെയും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവതി യുവാക്കളും ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ഒരു കുടുംബം പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ കുടുംബത്തിലെ അസുഖങ്ങൾ മാറ്റി തരണമേ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അനവധിയായ അസുഖങ്ങൾ നനച്ചിരിക്കാത്ത സമയത്താണ് വരുന്നത്. അലർജി, തുമ്മൽ, തലവേദന, ക്യാൻസർ, ഒരു കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ, അതുപോലെ തന്നെ കാലുവേദന, എല്ലുവേദന, വാതരോഗങ്ങൾ, ഉണങ്ങാത്ത മുറിവുകൾ, ശരീര തളർച്ച, മുട്ടുവേദന, ഇവയെല്ലാം കർത്താവിന്, നമ്മുടെ എല്ലാ രോഗങ്ങളും ഇന്ന് കർത്താവിന് വിട്ടുകൊടുക്കുക. ഒരു മകള് പ്രാർത്ഥിക്കുന്നത്, ഈശോയെ, എൻ്റെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുക. അവർക്ക് വിടുതൽ കിട്ടണം. തെറ്റായ ബന്ധങ്ങളിൽ, തെറ്റായ ആശയങ്ങളിൽ നിന്ന്, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടണം. അവരെടുക്കുന്ന തീരുമാനങ്ങൾ ആശീർവദിക്കപ്പെടണം. ജീവിത പങ്കാളിയുടെ തൊഴിൽ, ബിസിനസ്, യാത്രകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടണം. അവരുടെ മേൽ ഒരു പിശാചും കടന്നു വരാൻ പാടില്ല. എല്ലാ തിന്മകൾ അവരിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേറൊരു കുടുംബം പ്രാർത്ഥിക്കുന്നത്, എല്ലാ നിയോഗങ്ങളിലുള്ള എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി ആ തടസ്സങ്ങൾ മാറ്റണമേ. അപ്പം ഇതിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് അനവധിയായ നിയോഗങ്ങളാണ്. കടങ്ങൾ മാറണം, ബാങ്കിലെ ലോൺ അടച്ച് വിടണം, ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടണം,
ജോലി കിട്ടണം, കല്യാണം നടക്കണം, തടസ്സങ്ങൾ മാറണം, സൗഖ്യം കിട്ടണം, അങ്ങനെ നിരവധിയായ നിയോഗങ്ങൾ. വിശ്വാസത്തിൽ വളരണം, മക്കൾ പ്രാർത്ഥിക്കുന്നവരാകണം, അങ്ങനെ നിരവധിയായ നിയോഗങ്ങളാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു കുടുംബം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ തിരുരക്തം കൊണ്ട് ആ നിയോഗങ്ങളുടെ മേലുള്ള തടസ്സങ്ങളെല്ലാം വിട്ടുമാറ്റണമേ. വേറെ കുടുംബം പരിശുദ്ധ അമ്മയോട് ചോദിക്കുക, അമ്മേ ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. ഞാൻ പണ്ട് പള്ളിക്കുന്ന് ലൂർദ് മാതാ പള്ളിയിലായിരുന്നു, ഇപ്പോഴ് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലാണ്. ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളി പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്, ദൈവമാതാവിൻ്റെ നാമത്തിലാണ്. അമ്മേ മാതാവ്, ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അത്ഭുതകരമായ വിടുതൽ കൊടുക്കാൻ, അവരുടെ മേലുള്ള ക്ഷുദ്രജീവികളെയും സാത്താനെയും അസൂയാലുക്കളെയും അമ്മ സാത്താൻ്റെ തല തകർത്തതുപോലെ ഈ മക്കളുടെ തടസ്സങ്ങളെ തകർത്ത് കളയണമേ. വേറൊരു കുടുംബം പ്രാർത്ഥിക്കുക, ഈശോ ഞങ്ങളെ സൗഖ്യം കൊടുത്തരണമേ. യേശുവേ ഏറ്റവും വലിയ ഡോക്ടറെ സുഖപ്പെടുത്തണമേ. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ, ഒരു രോഗം മാറിക്കഴിയുമ്പോൾ വേറെ രോഗം വരുന്നു, ഒരാളുടെ രോഗം മാറുമ്പോൾ വേറൊരാൾക്ക് വരുന്നു. അതുപോലെ കാശ് നിൽക്കുന്നില്ല, അല്പം പൈസ കയ്യിൽ വന്നാൽ അപ്പം തന്നെ ആശുപത്രി കൊടുക്കാനേ ഉള്ളൂ. ഈ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന മക്കൾക്ക് ഇന്ന് ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ ഡെലിവറൻസ് കിട്ടട്ടെ. ഒരു മകൾ പ്രാർത്ഥിക്കുക, ദിവ്യകാരുണ്യനാഥ. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദിവ്യകാരുണ്യ ഈശോ ഇതിൽ സന്നിഹിതനാണെന്നതാണ്. അപ്പോൾ ആ മകൾ പ്രാർത്ഥിക്കുക, ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളുടെ കൂടെ വസിക്കണമേ. എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് വിവാഹ തടസ്സങ്ങളുള്ളവരെ. എത്ര പേരാണ് വിവാഹ തടസ്സങ്ങൾ? 40, 30, അങ്ങനെ നിരവധി മക്കള് കല്യാണ തടസ്സങ്ങൾ. ചില മക്കള് കല്യാണം വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ പിശാച് കുടുംബങ്ങളെ തകർക്കാൻ വന്നിരിക്കുക. അപ്പോൾ ആ പിശാച് ഇന്ന് ബന്ധിക്കപ്പെടണം. വിവാഹ തടസ്സങ്ങൾ യേശുനാമത്തിൽ ഈ വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ഈശോയെ, എൻ്റെ കുഞ്ഞിൻ്റെ ഓട്ടിസം എടുത്തു മാറ്റി കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. എത്രയും മക്കളെ ഈ ആഴ്ചയിൽ എൻ്റെ അടുത്ത് നിരവധിയായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. ആ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ല. ഓട്ടിസം പോലത്തെ രോഗപീഠകൾ, പല വിധത്തിലുള്ള പീഡകൾ. ഇന്നലെ ഒരു ഭാര്യയും ഭർത്താവും കൊണ്ടുവന്നത് അവരെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് ചേർത്ത്, പക്ഷെ അവർ പറഞ്ഞു അയ്യോ ഇവിടെ പറ്റില്ല, ഇവിടുന്ന് വിടണം. അപ്പം അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്രയോ മാതാപിതാക്കൾ. അപ്പം അവരുടെ കുഞ്ഞുങ്ങളുടെ, പ്രത്യേക വിദേശത്തുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ, അവരിങ്ങനെ ചെറിയ വീട്ടിൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള കുഞ്ഞുങ്ങൾ, അവർക്ക് ഈ വിധ പീഡകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. യേശുനാമത്തിൽ അങ്ങനെ വിദേശത്തുള്ളതും ഇവിടെയുള്ളതുമായ എല്ലാ കുഞ്ഞുമക്കളുടെയും അവരുടെ ശൈശവ സംബന്ധമായ രോഗങ്ങൾ, ഉറക്കത്തിലെ ഞെട്ടലുകൾ, സംസാരത്തിൻ്റെ മേൽ, ബുദ്ധിയുടെ മേലുള്ള ബന്ധനങ്ങൾ, വളർച്ചയുടെ മേലുള്ള ബന്ധനങ്ങൾ, അവരുടെ തലച്ചോറിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, ഞരമ്പിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ഒരു അമ്മ പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയുടെ സഹായം തേടിക്കൊണ്ട, മാതാവേ പാപികളുടെ മാനസാന്തരം, ആത്മാക്കളുടെ രക്ഷയും, ഇത് 2 ഡെലിവറൻസിൻ്റെ മേഖലയാണ്, ഇത് 2 പിശാച് ബഹിഷ്കരണത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ പാപികൾ മാനസാന്തരപ്പെടണമെങ്കിൽ ഒരു ഡെലിവറൻസ് വേണം. കാരണം പല പാപികളും പാപബോധമില്ലാതെ ജീവിക്കുക. നമ്മുടെ നായ്ക്കമ്പ്രമിൽ അച്ഛനാണ് എപ്പോഴും പറയുന്നത്, ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പാപബോധമില്ലായ്മയാണ്. ഇപ്പം പ്രിയപ്പെട്ടവർ, ആ മേഖലകളിലേക്ക് കർത്താവ് ഇന്ന് ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കടന്നു വരികയും ജീവിത പങ്കാളികളുടെയോ മക്കളുടെയോ അയൽവാസികളുടെയോ സഹോദരങ്ങളുടെയോ അവർക്ക് അവരുടെ പാപബന്ധനങ്ങൾ, ജഡികാസക്തികൾ, തഴക്കദോഷങ്ങൾ യേശുനാമത്തിൽ ഇന്ന് വിട്ടുമാറി കുടുംബങ്ങൾ രക്ഷപ്പെടാനായിട്ട് കാരണമാകട്ടെ. പരിശുദ്ധ അമ്മയോടാണ് സഹായം ചോദിച്ചിരിക്കുന്നത്. അമ്മയെ, ആത്മാക്കളുടെ രക്ഷ,
അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് ദൈവമാതാവിൻ്റെ ഈ അത്ഭുത കത്തീഡ്രൽ പള്ളിയിൽ ആത്മാക്കളുടെ രക്ഷ അത്ഭുതകരമായിട്ട് ഇന്ന് നടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനവധിയായ നിയോഗങ്ങൾ എല്ലാം കർത്താവിന് സമർപ്പിച്ച് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും അസ്വസ്ഥതകളും നിരാശകളും ബന്ധനങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 22-ാമത്തെ വചനവും 28-ാമത്തെ വചനവുമാണ്. അതായത് ഒരു വിജാതീയ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ നടക്കുന്ന സംഭവങ്ങളിലുള്ള 2 വചനങ്ങളാണ്, 22-ഉം 28-ഉം. അപ്പം ഇതിന്ന് പല ആവർത്തി ഉരുവിടണം. ഈ വചനം നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ഡെലിവറൻസ് കിട്ടും. ഈ പ്രാർത്ഥന കേട്ടതിന് ശേഷം ഇത് വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ വചനത്തെയും ആ സംഭവങ്ങളും മനസ്സിൽ ഓർത്തുകൊണ്ടേയിരിക്കണം. വചനം ഇങ്ങനെയാണ്: അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഇത് പല അപ്പൻ്റെ അമ്മയുടെയും സങ്കടങ്ങളാണ്. അവരുടെ മക്കളെ പലവിധ തടസ്സങ്ങളിലൂടെ, സ്വഭാവ വൈകല്യങ്ങളിലൂടെ, അവരിലുള്ള പ്രാർത്ഥനാ ചൈതന്യങ്ങളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് പീഡിപ്പിക്കുന്നു, അവരെ ബന്ധിക്കുന്നു. ഇതാണ് ഈ ഒരു അമ്മ കരഞ്ഞു വരികയാണ്, തൻ്റെ മകളെ രക്ഷിക്കണം. എൻ്റെ അടുത്ത് ഒരുപാട് അമ്മമാരും അപ്പന്മാരും വരുന്നുണ്ട്, എൻ്റെ മകനെ രക്ഷിക്കണം. അവന് തെറ്റായ ആശയങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾക്ക് അടിമപ്പെട്ട് കുടുംബം തകർന്ന്, ചിലർ മദ്യത്തിന് അടിമപ്പെട്ട്, ചില കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോണിന് അടിമപ്പെട്ട് പഠിക്കാൻ പറ്റാതെ, പഠിക്കണമെന്നുള്ള ബോധമില്ലാതെ അങ്ങനെ പിശാചിനാൽ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. ചിലർക്ക് ഉറക്കമില്ല, ചിലർക്ക് ടെൻഷനാണ്, അകാരണ ഭയം, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പം നോക്കിക്കേ, ഇന്ന് ആ അമ്മയെപ്പോലെ നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ പറയാം, യേശുവേ, എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ, എൻ്റെ അയൽവാസിയെ, എൻ്റെ ഈ ബന്ധുവിനെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ കർത്താവേ, പിശാച് ക്രൂരമായി പീഡിപ്പിക്കുക. പിന്നെ അവിടെ ആ സ്ത്രീയുമായിട്ടുള്ള ഡയലോഗ് ഈശോയ്ക്കുണ്ട്. ഏറ്റവും അവസാനം ഈശോ അവളുടെ വിശ്വാസം കണ്ട് അവളോട് പറയുക, യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ, അതേ വാക്ക് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വചനം കേൾക്കുന്ന, ഇത് വെച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിശ്വാസം വളരെ വലുതാണ്. ഇതാ വിശ്വാസം വലുതുള്ളവരോട് ഈശോ പറയുന്നത് എന്താണ് നമുക്ക് കേൾക്കാം. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. അത് തന്നെയാണ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവ് തരുന്ന സന്ദേശം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇന്നേ ദിനം സംഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി, ഡെലിവറൻസ് കിട്ടി, പിശാച് ബഹിഷ്കരിക്കപ്പെട്ടു. എല്ലാവരും ഏറ്റവും ഭക്തിയോടുകൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അശുദ്ധാരൂപികളിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ ശുശ്രൂഷയിൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിന്നെ ഞാൻ മോചിക്കുന്നു. എല്ലാ അശുദ്ധാരൂപികളിൽ നിന്ന് നിന്നെ ഞാൻ മോചിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നീ ഇപ്പോൾ ആശീർവദിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിനക്ക് രക്ഷയും സൗഖ്യവും ലഭിക്കുമാറാകട്ടെ. നീ ജീവിക്കുന്ന മേഖലകളിൽ, നീ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിന്ന് എല്ലാ ദുഷ്ടാരൂപികളും പൈശാചിക വഞ്ചനകളുടെ കൂത്താട്ടങ്ങളും അകന്നു പോകട്ടെ. നിന്റെ വാഹനങ്ങൾ,
നിന്റെ വസ്തുവകകള്, കാർഷിക മേഖല, തൊഴിൽ മേഖല, എല്ലാ അശുദ്ധതയിൽ നിന്നും മോചിക്കപ്പെടട്ടെ. എല്ലാവിധ മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും അശുദ്ധാത്മാക്കള് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളെ യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. പ്രകൃതി വിരുദ്ധ ശക്തികളെ യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. തെറ്റായ ബന്ധങ്ങളെ, തെറ്റായ ബോധ്യങ്ങളെ, തെറ്റായ അറിവുകളെ, കലഹങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിച്ച macale, alleluia, alleluia, alleluia. Caccia via da loro le forze del male, annientale, distruggele, perché questo popolo possono stare bene e operare bene. In the name of my priesthood, the name of Jesus, I rebuke, I command every spirit of evil to depart from you. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിമോചനം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.